ഷെഫ് ഇപ്പം ഇത്രയും കാര്യങ്ങൾ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാ ചെയ്യാൻ വേണ്ടി പോകുന്നത്? നമുക്ക് റൈസ് എടുത്ത് വെച്ചിട്ടുണ്ട്, എഗ് ഉണ്ട്, നമുക്കൊരു എഗ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം. ഓക്കെ. അതിന് വേണ്ടിയിട്ട് ക്യാരറ്റ് ഉണ്ട്, ക്യാബേജ് ഉണ്ട്, ഗാർലിക് ഉണ്ട്, സ്പ്രിംഗ് അണിയൻ ഉണ്ട്. അതും ഒരു ചൈനീസ് ഡിഷ് ആണോ? അത് ചൈനീസ് ഡിഷാണ്, എഗ് ഫ്രൈഡ് റൈസ്. പിന്നെ അടുത്ത് വന്നിട്ട് ഞാനിപ്പം പ്രോണിൻ്റെ ഇവിടെ കുറച്ച് സോയ സോസ് ഇരിക്കുന്നുണ്ട്. നമുക്കൊരു പ്രോൺ സോയ ബേസ്ഡ് ഒരു ഐറ്റം. ഓക്കെ. പിന്നെ ഫിഷ് ഇരിപ്പുണ്ട്. ഓക്കെ. ഫിഷും നമുക്കൊരു ചൈനീസിൻ്റെ ഫുൾ ചൈനീസ് എന്നാലും ഫുൾ ചൈനീസ്, നോട്ട് പ്യുവർ ചൈനീസ്. ഓക്കെ. ഒരു ഇൻഡോ ചൈനീസ്. ഓക്കെ. ഇവിടെ ഉള്ള സാധനം വെച്ച് ഉണ്ടാക്കാം. ചൈനീസ് ഉണ്ടാക്കാൻ ഞാൻ ഉദ്ദേശിച്ചത് ഇവിടെ സോയ സോസും കോൺഫ്ലവർ അതുകൊണ്ടാണ് നമുക്ക് ചൈനീസ് ഉണ്ടാക്കാവുന്നത്. ഓക്കെ. ഇത് വെജിറ്റബിൾ എല്ലാം വെച്ച് ഫിഷിൻ്റെ വെജിറ്റബിൾ നമുക്ക് ഈ പ്രോൺസിനും കുറച്ച് വെജിറ്റബിൾ ചേർക്കണം, ഫിഷിനും വെജിറ്റബിൾ ചേർക്കണം, പിന്നെ ഫ്രൈഡ് റൈസിന് വെജിറ്റബിൾ വേണം. ഓക്കെ. റൂട്ട് കറികളിലും കൂടുതൽ ഉപയോഗിക്കുന്നത് ചൈനീസിൽ റൂട്ട് കുറച്ച് കുക്കാണ്. ഇത് പെട്ടെന്ന് ഈ റൈസിന് നൂഡിൽസിനൊക്കെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ലീഫി പാർട്ടുകൾ റൈസിനും നൂഡിൽസിനൊക്കെ ഉപയോഗിക്കാം. അതും റെഡി. നമുക്ക് ഫ്രൈഡ് റൈസിനുള്ള റെഡി ആയിട്ടുണ്ട്. പിന്നെ ഫിഷ് വിത്ത് വെജിറ്റബിൾ നമുക്ക് ഉണ്ടാക്കാം. ഫിഷ് വിത്ത് മല്ലിയില നമ്മുടെ ഫിഷിനകത്ത് ചേർക്കാം. ഓക്കെ. നമ്മൾ പ്രോൺസിന് വേണ്ടി അല്ലേ? ഇത് പ്രോൺസിന് വേണ്ടി. ലീക്സ്. ഇത് ആക്ച്വലി ശരിക്കും മെഡിസിനൽ വാല്യൂ എന്തെങ്കിലും അല്ലേ? ലീക്കിൻ്റെ റൂട്ട് യൂസ് ചെയ്യത്തില്ല നമ്മളൊന്നിനും ഉപയോഗിക്കും. വളരെ ഫേമസ് സൂപ്പർ ലീക്ക് കണ്ടാറ്റീസ്, യൂറോപ്പിലെ വളരെ ഫേമസ് സൂപ്പാണ് ലീക്ക് കണ്ടാറ്റീസ്. ലീക്ക് ആൻഡ് പൊട്ടറ്റോ എല്ലാം ലീക്ക് ഉപയോഗിക്കുന്നു. ഇതിനകത്ത് നമ്മൾ സോസസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് നമ്മളിപ്പോൾ ടൊമാറ്റോ സോസ് ഒന്നും എടുക്കുന്നില്ലേ? ഇല്ല. ഫുൾ സോയ് സോസ് വെച്ചിട്ടാണ്. സോസ് ആൻഡ് ഓയിസ്റ്റർ സോസ് അവിടെ ഉണ്ട്. ഓയിസ്റ്റർ. ഓക്കെ. അപ്പോൾ നമ്മുടെ ചോപ്പിംഗ് എല്ലാം കഴിഞ്ഞു അല്ലേ? ചോപ്പിംഗ് എല്ലാം കഴിഞ്ഞു. നമ്മളെല്ലാം ഇപ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം കട്ട് ചെയ്ത് വെച്ചു. പ്രോൺസ് ക്ലീൻ ചെയ്ത് വെച്ചു, ഫിഷ് കട്ട് ചെയ്ത് വെച്ചു, മിക്സിംഗ് പ്ലസ് റെഡി ആയിട്ടുണ്ട്, ഗാർലിക് ഇതെല്ലാം റെഡി. ഇനി ഈ ചൈനീസ് ഉണ്ടാകുന്നതുകൊണ്ട് നമുക്ക് കോൺഫ്ലോർ കുറച്ച് കലക്കി ഒഴിക്കാം. അതിൻ്റെ ഒരു കുറച്ച് കോൺഫ്ലോർ കലക്കുന്നതിന് വേണ്ടിയിട്ട് പിന്നെ മാരിനേഷൻ ചെയ്യണം. അതിനകത്തൊരു കുറച്ച് എല്ലാത്തിലും ഇടുന്നുണ്ട് നമ്മൾ. ഒരു ചെറിയൊരു കോട്ടിങ്ങിന് വേണ്ടിയിട്ട് ഫ്രൈ ചെയ്യുന്നതിന് കുറച്ചുകൂടി ക്രിസ്പിയർ ആവാൻ വേണ്ടി അല്ലേ? ക്രിസ്പി അല്ല, അത് ഒരു ടൈറ്റ്നെസ്സിന് വേണ്ടിയിട്ട്, ചെറുതായിട്ടൊരു ബൈൻഡിങ്ങിന് വേണ്ടിയിട്ട്. ഓക്കെ. ഇതിനകത്ത് ശരിക്കും ജിഞ്ചർ ഗാർലിക് ജ്യൂസൊക്കെ ചേർക്കേണ്ടതാണ്. നമ്മുടെ ഈ കിച്ചണിൽ ജിഞ്ചർ ഗാർലിക്കിൻ്റെ ഷോർട്ടേജ് കൊണ്ട് ചേർത്തിട്ടില്ല. ഓക്കെ. ഗാർലിക് ഉണ്ട്. ഗാർലിക് ഫോർ ദ ഷോർട്ടേജിന് വേണ്ടി ഗാർലിക്. നമുക്ക് പ്രോൺസും ഫിഷും ഒന്ന് ഫ്രൈ ചെയ്യാം. ആദ്യം പ്രോൺസ് ഒന്ന് ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടി മാരിനേഷനകത്ത് സോൾട്ട്, കോൺഫ്ലോർ മാത്രം. ഈ പ്രോൺസ് ഒന്ന് ഫ്രൈ ചെയ്തിരുന്നു. ഈ നിങ്ങൾ പ്രോൺസ് ഇതിലുണ്ടാക്കുമ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത്? ടോസ്റ്റ് ചെയ്യാൻ അറിയില്ല. മാരിനേഷൻ എന്തോ ചെയ്യുന്നത്? മാരിനേഷൻ ചൈനീസ് കുക്കിങ്ങിലോ? ചൈനീസ് ഫുഡിന് സാധാരണ ചേർക്കാറില്ല, പക്ഷെ ഞങ്ങൾ തന്നെ ചേർക്കുന്നതെന്ന് വെച്ചാൽ ഈ മോനൊക്കെ ഉള്ളതുകൊണ്ട് ഈ പണ്ടത്തെ കാർമ്മമാര് പറയുമല്ലോ ഇങ്ങനെ ഈ മഞ്ഞളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് വിഷാംശങ്ങൾ പോവുമല്ലോ, അതുകൊണ്ട് ഞങ്ങൾ കുറച്ചൊക്കെ ചേർക്കുന്നുണ്ട്. നമ്മൾ സേഫ്റ്റി നോക്കും. അപ്പൊ ഞങ്ങളൊന്നും കഴിക്കുകയാണെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യാറില്ല. ഈയിടെയായിട്ട് കുറച്ച് ഓവർ കോൺഷ്യസ് ആണ്. ചൈനീസ് പെപ്പറും അധികം യൂസ് ചെയ്തു.
പെപ്പർ യൂസ് ചെയ്യും. എല്ലാത്തിനും മാരിനേഷൻ ഒന്നുമില്ല. ശരിക്കും നമ്മളിവിടെ ഇതൊക്കെ ഒരു ഇൻഡോനൈസ് ചൈനീസ് ഇല്ലേ, അതല്ലേ എല്ലാം കൂടെ ഈ എരിവൊക്കെ വന്നേക്കുന്നത്. സ്പൈസി ഇല്ല, പക്ഷേ അവർ കുറച്ച് ഭയങ്കര അരോമാറ്റിക്, ഭയങ്കര ഷാർപ്പ് അരോമാറ്റിക് ആയിരിക്കും. സോയ സോസ് ഓൾറെഡി സോൾട്ടിയാണ്. സോയ സോസ് ഓയിസ്റ്റർ സോസ് സോൾട്ടിയാണ്. നന്നായി വേവിച്ചിട്ടാണോ അതെയോ സ്റ്റയർ ഫ്രൈഡ് കഴിക്കാൻ കൊള്ളുള്ളൂ? അല്ല, കഴിക്കാൻ തോന്നുന്നു. ഇവിടുത്തെ പ്രത്യേകത എന്തോന്ന് പറയാം, ഇവിടുത്തെ കുക്കിങ്ങിന്റെ പ്രത്യേകത എന്താണ്? കേരളീയ ഫുഡല്ല, ഓരോ നാടിന്റെയും ഓരോ ചെറിയ ചെറിയ നാട്ടിലൊക്കെ നമ്മുടെ ഫ്രണ്ടില് മാങ്ങയുണ്ട്. മാമ്പൂ എടുത്തിട്ട് അതിനെന്താ പറയുന്നത്? മാമ്പൂ കിച്ചടി. മാമ്പൂ കിച്ചടി എങ്ങനെ ഉണ്ടാക്കുന്ന കൂടെ പറഞ്ഞ ആരെങ്കിലും അതും കൂടെ ഒന്ന് പറഞ്ഞാൽ മതി. മാമ്പൂ ഇങ്ങനെ ഇച്ചിരി ഇങ്ങോട്ട് വിടർന്ന് വരണം. അതായത് ബ്ലാക്ക് അതിനകത്ത് കുറച്ച് നമ്മൾ വിതർന്നപ്പോൾ കുറച്ച് ബ്ലാക്ക് നിറത്തിലുള്ള അതൊന്നും എടുക്കരുത്. ആ മാമ്പൂ ഇങ്ങനെ ഒടിച്ചെടുത്തിട്ട് ഫ്രഷ് ആയിട്ടുള്ളത് വേണം. എന്നിട്ട് അത് നമുക്ക് വെള്ളത്തിൽ ഇടുമ്പോഴത്തേക്ക് അതിനകത്ത് ഗ്രീൻ നിറത്തിലുള്ള അത് മാത്രം ഇങ്ങനെ ഒടിച്ചെടുക്കുക. അതിൻ്റെ ആ തണ്ടുകളില്ലേ, അതൊന്നും വരാൻ പാടില്ല. ആ പൂ മാത്രം ഇങ്ങനെ വിരിഞ്ഞു വരുന്ന പൂ മാത്രം ഇങ്ങനെ ഒടിച്ചെടുത്തിട്ട് നല്ലോണം കഴുകിയെടുക്കണം. എന്നിട്ട് അത് പിന്നെ കുറച്ച് തേങ്ങ, പച്ചമുളക്, ഇത് തൈരിട്ട് വേണം അരയ്ക്കാൻ. എല്ലാം കൂടെ പച്ചമുളകൊക്കെ ചേർത്ത് തൈരിട്ട് കടുകും കൂടിയിട്ട് നല്ലോണം അരയ്ക്കണം. എന്നിട്ട് നമ്മൾ ചൂടാക്കാൻ പാടില്ല. കടുക് വറുത്ത് നമ്മൾ ഇതിനകത്തേക്ക് ഒഴിക്കണം. എന്നിട്ട് പുളിയുടെ അനുസരിച്ച് നമ്മൾ തൈര് ഒഴിച്ചു കൊടുക്കാം. തൈര് തന്നെ. ഞങ്ങളെ ആ മാമ്പൂ എടുക്കുന്നത് എനിക്കൊന്ന് കാണിച്ചു തരണം. ഇപ്പം മാവുണ്ടല്ലോ, മാമ്പൂ അമ്മ ഉണ്ടോ?